ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു ബൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ബൊക്കയ്ക്ക് വേണ്ട പൂക്കളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അതായത് ജമന്തി പൂ പോലത്തെ പൂ, അതിൻ്റെ വേറൊരു സ്പീഷീസ്. പിന്നെ നമ്മുടെ നാട്ടിൽ പോലത്തെ ഈ പൂ, ഇതിൻ്റെ വലിയത് നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെറൈറ്റിയാണ്, ഹെയറൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പൂക്കളുണ്ട്. പിന്നെ ഈ സംഭവം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അറിയണ ആൾക്കാരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഈ സംഭവം നല്ല മണമാണ്. അപ്പോൾ നമ്മൾ ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സംഭവം വയ്ക്കുമ്പോൾ ഒരു കുറച്ചുകൂടി നല്ല ഭംഗിയൊക്കെ കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ ബൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. ഇതിൽ ട്യൂലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂ ഉണ്ടായിരുന്നു. അത് വലിയ പൂവായിരുന്നു കേട്ടോ. എൻ്റെ ചെവിട്ടിലിരിക്കുന്ന പൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഇതിൻ്റെ 2-3 സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ പൂവില്ലേ, നെതർലാൻഡിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ പൂക്കൾക്കൊക്കെ 75 പൈസ, 95 പൈസ, ഇതിന് €1 അങ്ങനെയൊക്കെയാണ്. ഇത് ഞാൻ മരത്തിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. ട്യൂലിപ്സിന് €2 ആണ്. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, ലാസ്റ്റ് നിമിഷം അതൊക്കെ പോയി. അപ്പോൾ നമുക്ക് ബൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ പൂക്കളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വൈറ്റ് പൂ നടുക്ക് വെച്ചാലോ എന്ന് ആലോചിക്കാം. എങ്ങനെയുണ്ടാവും? കുഴപ്പമില്ല അല്ലേ? അപ്പോൾ വൈറ്റ് നടുക്കിരിക്കട്ടെ. അതിൽ നമ്മൾ ബൊക്കെ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയാൻ പാടില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനൊരു അറ്റംപ്റ്റ് നടത്താമെന്ന് വിചാരിച്ചു. കാശ് കൊടുത്ത് ബൊക്ക മേടിക്കുന്നതിൽ നല്ലതല്ലേ? ഒരു ബൊക്കയ്ക്ക് 75 അല്ലെങ്കിൽ €35 ഒക്കെയാണ് ഏറ്റവും ചെറിയ ബൊക്കയ്ക്ക്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്നതിന് എന്താ കുഴപ്പം അല്ലേ? അപ്പോൾ നമുക്ക് ബൊക്കെ ഉണ്ടാക്കാം. കുറച്ചുകൂടി വെറൈറ്റി പൂക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ അല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര പൈസ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇത്ര വെറൈറ്റി പിടിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഒരു വി ഷേപ്പ് പോലെ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെയായിട്ട് ഫ്രണ്ടിലായിട്ട് ഈ സംഭവം വെച്ച് കൊടുക്കും. കുറച്ചൊരു വൃത്തിയുണ്ട് കേട്ടോ അല്ലേ? നല്ല രസമില്ലേ? ഉണ്ടെന്നേ, നല്ലതാ. പക്ഷെ ട്യൂലിപ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഞാനിത് കുറേ വെട്ടിയെടുത്തേ, കാണിച്ചു തരാവേ. ഇതൊക്കെ വെട്ടിയെടുത്തു. പക്ഷെ കുറേ വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേടാവും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ട്രീയുടെ ഒക്കെ ഷേപ്പുള്ള സംഭവം നമുക്കിവിടെ വയ്ക്കാം. ഞാൻ ആലോചിക്കുന്നത് ആദ്യം പൂക്കളൊന്ന് നമുക്കൊന്ന് കെട്ടാം, റാപ്പ് ചെയ്യാം. കെട്ടാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നൂല് വെച്ചാണ് കെട്ടുന്നത്. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അധികം ടൈറ്റാക്കി കെട്ടരുത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ട്രീയുടെ സംഭവം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഭംഗിയാവും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വെടുത്തി കൊടുക്കണേ. മൈ ഗോഡ്, രസമുണ്ട്. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഭംഗിയായിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ കെട്ടി പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെടുത്തി കൊടുക്കാവേ. കണ്ടില്ലേ? കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതാണ്, ഞാൻ തന്നെ കെട്ടിയതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തുകയാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ച് നോക്കിയതാണ്. കാരണം എനിക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ചുളിവുകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനിയാണ് നമുക്ക് പാട്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമുക്കതെല്ലാം ചെയ്തു വെക്കാം. നമ്മൾ ഇങ്ങനെ 2
ടൈപ്പ് ഈ സംഭവം എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ വെച്ചിട്ട് കർത്താവ് ശരിയാവണേ. ഇത് ഇങ്ങനെ ഓക്കെ, നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കാം. കെട്ടി കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചുളുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും. കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് വലിയൊരു സംഭവം കൂടി ഉണ്ട്. ഇതും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഷേപ്പിൽ എടുത്താൽ മതി. ഇപ്പം എനിക്ക് ആകെ ഒരു ഇച്ചിരി സംഭവങ്ങളുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുളുക്കി 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 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ശരിയായാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല എന്നറിയാം. ഈ സംഭവം ഞാൻ ഇങ്ങനെ 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 ചുളുക്കാണ്. അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ കണ്ടത്. ജസ്റ്റ് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ചുളുക്കാം. ഇതുപോലെ അതുപോലെ ഇവിടെ ഇങ്ങനെ റോൾ ചെയ്യുക. കുഴപ്പമില്ല. എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മളൊന്ന് വെട്ടിക്കളയുക. ഫൈനൽ നമുക്ക് ഈ ലുക്കാണ് കിട്ടേണ്ടത്. നമ്മുടെ കയ്യിലൊരു ചരടുണ്ട്. മീൻസ് ഇത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഡെക്കറേഷൻ ചരടാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ചുരുക്കി ചുരുക്കി ഇങ്ങനെ കൊടുക്കാം. ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചോദിച്ചാൽ മതി, ഫ്രാഗ്രൻസിൻ്റെ ഫ്ലവേഴ്സിന് ഫ്രാഗ്രൻസ് അടിക്കുന്ന സ്പ്രേ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് അടിക്കാൻ പോവാണ്. ജസ്റ്റ് നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ടാട്ടോ. ഓ മൈ ഗോഡ്, ഫാന്റാസ്റ്റിക്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബൊക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. മറ്റേ ഫ്രാഗ്രൻസിൻ്റെ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ. ഇത് ഒറിജിനൽ ലിപ്സ്റ്റിക്സ് ആണ് ഗൈസ്. അപ്പോൾ അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു സംഭവം കേട്ടോ ബൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതുവരെ അറിയാൻ വേണ്ടായിരുന്നില്ല. ഞാൻ കുറേ യൂട്യൂബ്സ് അതിൻ്റെ ഷോർട്സൊക്കെ നോക്കിക്കഴിഞ്ഞ് പഠിച്ചതാണ്. കുറേ പൂക്കളൊക്കെ മേടിച്ച് തന്നെ ഉണ്ടാക്കി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ സ്പെയിനിൽ ബൊക്കെ ഉണ്ടാക്കാനായിട്ട് ആൾക്കാർക്ക് കുറേ പൂവൊക്കെ ഹോൾസെയിലായിട്ട് മേടിച്ച് ബൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുന്നു. കാരണം ഇവിടെ എല്ലാത്തിനും ബൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ജനനം തുടങ്ങി മരണം വരെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് എന്താ പറയുക, ഈ സംഭവമില്ലേ, ഇത് റാപ്പ് ചെയ്യുന്നത് കുറച്ച് പാടാണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നതായിരിക്കും. ചെറുതായിട്ടേക്ക് ബൈ.